നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഉള്ളിയെല്ലാം വറുത്തെടുക്കാം. അതിന് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളി വറുത്തെടുക്കുന്നത്. നല്ലതായിട്ട് മൊരിഞ്ഞ് വരട്ടെ ഉള്ളി പെട്ടെന്ന് മൊരിയാനായിട്ട് നമുക്കൊരു നുള്ളി ഉപ്പോട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ഉള്ളിയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് കോരിയെടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. കൂട്ടത്തിൽ കിസ്മിസ് ഇടാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആ ഉള്ളി മൂപ്പിച്ച വെള്ളത്തിലോട്ട് തന്നെ അരി വേകാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ ചതച്ച പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു നാരങ്ങയുടെ നീരോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേകാൻ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിലോട്ട് കുറച്ച് മസാല ചേർക്കുവാണ്. ഇത് പുതിനയും മല്ലിയിലയും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 1 മണിക്കൂർ മുമ്പേ ചിക്കനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില, നല്ല ജീരകം, പെരുംജീരകം എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മസാല എല്ലാം കൂടെ ചേർത്ത് വെച്ചിരുന്ന ചിക്കനാണ്. അതിലേക്ക് നമ്മൾ 3/4 ഭാഗം വെന്ത ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സിമ്മിലിട്ടാണ് വേവിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് ഇത് ഈ ചിക്കൻ നേരത്തെ തന്നെ പുരട്ടി വയ്ക്കാമേ. ഞാൻ സാധാരണ ഗരം മസാലയും നല്ല ജീരകവും വലിയ ജീരകവും പിന്നെ ഗരം മസാലയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്താണ് തിരുമ്മി വെച്ചിരുന്നത്. ആ ചിക്കനിലോട്ട് നമ്മൾ ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും പുതിനയും ഉള്ളി വറുത്തതും കിസ്മിസും കാഷ്യൂനട്ടും എല്ലാം കൂടെ ഇട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഞാൻ ഇച്ചിരി എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ ബിരിയാണിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. വാനിലയും പൈനാപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എസൻസാണ്. ഇനി ഇത് സിമ്മിലിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചോറ് വേറെ ചിക്കൻ വേറെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാനായിട്ട് വിളമ്പാം.